ഗൈസ്, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ FC ഗോവ 6 വിദേശ സൈനിങ്സ് കംപ്ലീറ്റ് ചെയ്തതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിരുന്നു. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം വരികയാണ്. അതായത് ACL 2-ൻ്റെ ഒരു പ്ലേ ഓഫ് കളിക്കാൻ സൂപ്പർ കപ്പ് വിൻ ചെയ്തിട്ട് FC ഗോവ ഒരു ഓപ്പർച്യൂണിറ്റി നേടിയെടുത്തിരുന്നു. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ ഈ ഒരു ലീഗിൻ്റെ അൺസർട്ടനിറ്റി ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഓഗസ്റ്റ് മാസമാണ് ആ ഒരു മത്സരം. ഏതാണ്ട് ഇനി ഒരു മാസം കഷ്ടിയാണ് ആ ഒരു മത്സരത്തിനുള്ളത്. അപ്പം FC ഗോവ ഒരു പ്രൊഫഷണലായിട്ടൊരു അപ്രോച്ച് എടുക്കുന്നു. അവർ പ്രൊഫഷണൽ ക്ലബ്ബ് ആയതുകൊണ്ട് തന്നെ അവരുടെ CEO ഒക്കെ പറയുന്നത് വെച്ചിട്ട് അവർ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ACL 2 പോലത്തെ ഒരു ബിഗ് ടൂർണമെൻറ്റിൽ നിന്ന് എന്തിന് അവർ വിഡ്രോ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. അത് വിഡ്രോ ചെയ്യുന്ന അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ FC ഗോവയും ഇന്ത്യൻ ക്ലബ്സിനെയൊക്കെ പലതരത്തിലത് ബാധിക്കാൻ കാരണമാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ പിന്മാറാനായിട്ട് റെഡി അല്ല എന്നുള്ളൊരു കാര്യം അറിയിക്കുന്നു. ലീഗിൻ്റെ ഈ പറഞ്ഞ എന്ന് നടക്കുമെന്ന് പറയുന്നൊരു അൺസർട്ടനിറ്റി നിലനിൽക്കുമ്പോൾ പോലും ഓഗസ്റ്റ് 13-നാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. ഒമാൻ ക്ലബ്ബായിട്ടുള്ള അൽ സയ്യിദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബിനെതിരെയാണ് മത്സരം കളിക്കേണ്ടത്. ഈ ഒരു ക്ലബിലേക്ക് വരുമ്പം ഒമാൻ ലീഗിലെ നിലവിലത്തെ ചാമ്പ്യൻസ് ആണ്. മത്സരം നടക്കാൻ പോകുന്നത് FC ഗോവയുടെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ഫട്ടോഡയിൽ വെച്ചിട്ടാണ് എന്നുള്ളതാണ്. ACL 2-ൻ്റെ ഒരു പ്ലേ ഓഫ് മത്സരമാണ് ഈ ഓഗസ്റ്റ് 13-ാം തീയതി നടക്കുന്നത്. ആ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ACL 2-ൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലേക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ACL 2-ലേക്ക് ഓൾറെഡി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീമാണ് ലീഗ് ചാമ്പ്യൻസ് ആയിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റ്. അവരോടൊപ്പം കളിക്കാൻ പറ്റും. അഥവാ പുറത്താകുന്ന സാഹചര്യത്തിലേക്കാണ് വരുന്നതെങ്കിൽ AFC ചലഞ്ച് ലീഗിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലേക്കുള്ള ഒരു ക്വാളിഫിക്കേഷനും ലഭിക്കും എന്നുള്ളതാണ്. ACL 2-ൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലേക്ക് ഒരു ക്വാളിഫിക്കേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസർ പോലെയുള്ള ക്ലബ്ബുകളൊക്കെ പങ്കെടുക്കുന്ന ഒരു ടൂർണമെൻറ്റാണ് ACL 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും ഒരു ബിഗ് ടൂർണമെൻറ്റ് തന്നെയാണ്. AC ചലഞ്ച് ലീഗിനേക്കാൾ ACL 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കോമ്പറ്റീറ്റേഴ്സായിട്ടൊക്കെ ഒരു മത്സരത്തിന് ഒരു അവസരം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഗോവയ്ക്ക് യോഗ്യത നേടിയെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പം അത്രയൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ.